ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനില്ലേ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് ഹാബിറ്റ്സുകളാണ് കേട്ടോ. എനിക്കും ഉണ്ട് ആയിരുന്നു ആ ഹാബിറ്റ്സുകൾ. പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരുപാട് വ്യത്യാസം വന്നു. ഒരു പക്ഷേ നിങ്ങൾക്കും അത് ഉപയോഗപ്രദമാകും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ എല്ലാ സഹോദരിമാരും കേൾക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾസോ കമൻറ്റ് ചെയ്യുകയും ആ ബെൽ ഐക്കോണിലൊന്ന് പ്രസ് ചെയ്യുകയും വേണം. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം, അല്ലയോ? ഞാനൊരു വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ നോർമലി 6:30-ക്ക് ശേഷമാണ് മിക്കവാറും ദിവസം ഉറക്കം എഴുന്നേൽക്കുക. രാവിലെ ഒത്തിരി ലേസി ആയിരിക്കും. എണീറ്റ ഉടനെ എനിക്ക് ഒരുപാട് പെട്ടെന്നങ്ങ് ചടപടാന്നങ്ങ് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ടൈം എടുക്കുന്നുണ്ട്. ലൈക്ക് ആ ടൈമിന് എണീറ്റാൽ ഞാനൊരു 7:30 ഒക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുക. രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കുടിക്കും. മിക്കവാറും ഏതെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചേക്കുകയും പഞ്ചസാര ചേർക്കാതെ അത് കഴിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിലോട്ട് തയ്യാറെടുക്കുകയൊക്കെ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കിച്ചനും ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ലഞ്ചിനായിട്ടുള്ള പ്രിപ്പറേഷനും ചെയ്തതിന് മാത്രമാണ് ഞാൻ പോയി കുളിക്കാറുള്ളത്. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം കറികളൊക്കെ ഉള്ളതിലകം പെട്ടെന്നൊക്കെ വെച്ചു, അതെല്ലാം പകർന്നു വെച്ചു. എല്ലാ ഡിഷസുകളെല്ലാം വാഷ് ചെയ്യാനെല്ലാം ഒക്കെ എടുത്ത് വെച്ച് പെട്ടെന്ന് കിച്ചനും ഒന്ന് തുടച്ച് റെഡിയാക്കിയിടും. ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു കുട്ടി വരുന്നുണ്ട്. അവൾ വന്ന് എല്ലായിടവും എല്ലാം അങ്ങ് തൂത്ത് തുടച്ച് ക്ലീനാക്കും. അപ്പോൾ ഒരു 10:30 ആകുമ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും തീർന്നിരിക്കും. ഇതിനിടയ്ക്ക് തുണിയെ കഴുകാനിടും, അതുകൊണ്ട് വിരിക്കും, പിന്നെ തുണി മടക്കാൻ കാണും. അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കാണും കേട്ടോ. പക്ഷേ എപ്പോൾ വന്നാലും നമ്മുടെ വീട്, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും താമസിക്കുന്ന വീട് എപ്പോഴും നല്ല നീറ്റായിരിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട് എപ്പോഴും ഇങ്ങനെ നീറ്റായിരിക്കും അല്ലേ, ജോലിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. കാര്യം ഞാൻ ആ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് ആ ഫുൾ ഡേയിലെ ജോലിയെല്ലാം തീർക്കും. പിന്നെ എനിക്ക് വായിക്കാൻ സമയം കിട്ടും, എഴുതാൻ സമയം കിട്ടും. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പണിക്കിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെതായ ചില ജോലികളെല്ലാം എനിക്ക് കാണും. ഇഷ്ടംപോലെ എനിക്ക് സമയം കിട്ടും. അപ്പോൾ ഞാനതെല്ലാം പല രീതിയിൽ ആ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നിങ്ങളും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കും അതുപോലെ തന്നെ ഇഷ്ടംപോലെ സമയം വീട്ടിൽ കാണും. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മമാരെല്ലാം വെറുതെ ഇരിക്കുമായിരിക്കുമല്ലോ കൂടുതൽ സമയവും. കാര്യം കുക്കിംഗ് എല്ലാം രാവിലെ കഴിയും. പിന്നെ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളുമായിരിക്കും. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമല്ലേ ഷോപ്പിങ്ങിന് പോകേണ്ടി വരിക, അല്ലെങ്കിൽ ട്വൈസ്, അല്ലയോ? പിന്നെ ഉള്ള സമയമൊക്കെ നമുക്ക് വളരെ വാല്യുബിളാണ്. പല വിധത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് എൻഗേജ് ചെയ്യാം, അല്ലയോ? അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മളുടെ വീട് ക്ലീനായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മൾ വീട് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ ഇടുമ്പോൾ നമുക്ക് തന്നെയും ഒരു പോസിറ്റീവ് എനർജി വരും, അല്ലയോ? നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറിയതിന് ശേഷം ഞാൻ നോർമലി ഒരു തിരി കത്തിച്ച് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുന്ന. റൂമിലൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് അതൊക്കെ ആസ്വദിച്ചിരിക്കുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും എപ്പോഴും. നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അവർ നോക്കുമ്പോൾ നമുക്ക് ജോലിയൊന്നുമില്ല, നമ്മൾ ഫ്രഷായിട്ടിരിക്കുന്നു, അതെങ്ങനെ എന്ന് സാധിക്കുന്നു എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പം ചില ഹാബിറ്റ്സുകൾ നമ്മൾ എന്നും ചെയ്യുമ്പോൾ, അല്ലേ, എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും ഹാബിറ്റ്സാണ് കേട്ടോ. നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കുക. എന്തിന് നമ്മൾ ഉഴപ്പിയിടണം? ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് വേഗം ചെയ്ത് തീർത്ത് നമ്മൾ ഒരു സ്ഥലത്തിരിക്കാമല്ലയോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വെഞ്ചറസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഹോബിയിൽ ഏർപ്പെടാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. നമ്മുടെ ഹോം എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ മനസ്സ്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സെങ്ങനെയാണോ
അത് റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ ഹോമിൽ. ചില അമ്മമാരെല്ലാം അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റും പറയാറുണ്ട്. അവർ പറയും കുട്ടി ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. ബിക്കോസ് അവർ ആ ഒരു ഹാബിറ്റ് അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അവരത് ചെയ്യാൻ ശ്രമിക്കാത്തത്. അവരെ കൂടെ ഉൾപ്പെടുത്തുക, അവരോടുകൂടെ പറയുക, എന്നെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഇത് നീ ചെയ്യുക, ഇത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നീ ചെയ്യുക, നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ നീ ഇങ്ങനെ ഇരിക്കരുത് എന്ന് വളരെ സൗമ്യമായും വളരെ സ്നേഹത്തോടു കൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് സ്വന്തം കുട്ടിയാവട്ടെ, മരുമകളാവട്ടെ, നമ്മുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളാകട്ടെ. കാര്യം എല്ലാവരും കൂടി ഒത്തുചേർന്ന് എല്ലാം ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു കുടുംബമാകുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അർത്ഥത്തിന് വിലയുണ്ടോ? അപ്പോൾ ആ കുടുംബത്തിൻ്റെ അർത്ഥത്തിന് വില ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുപോലെ സഹകരിക്കണം. കൂട്ടുകുടുംബം ആകുമ്പോൾ, ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് പോകുമ്പോഴും നമ്മൾ സ്വീകരിച്ചിരുന്ന എല്ലാ മാർഗങ്ങളും കൂടെ നമ്മൾ കൊണ്ടുപോകും. നമ്മൾ പഠിച്ചത് എല്ലാം കൊണ്ടുപോകും. വേറെ ഒന്നും കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളുടെ സാഹചര്യം അനുസരിച്ചുള്ള ജീവിതത്തിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പുതിയ ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച വീട്ടിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അമ്മമാർ നമ്മളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇത് പഠിപ്പിക്കുക. പരസ്പരം ബഹുമാനിക്കാനും പഠിപ്പിക്കുക. അതുപോലെ തന്നെ ജോലികൾ ഷെയർ ചെയ്യാനും പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു അമ്മ പറയുമ്പോൾ മകൾക്ക് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അതേ കണക്ക് ഒരു മദറിൻലോയുടെ വീട്ടിലാവുമ്പോൾ പെൺകുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുകയും അത് ഒരു കോൺഫ്ലിക്റ്റിന് സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം, അല്ലയോ? സെപ്പറേറ്റാണ് കുട്ടികൾ താമസിക്കുന്നുവെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തീർച്ചയായിട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യുക. എല്ലാ ജോലികളും അവർക്ക് പങ്കുവെച്ച് ചെയ്യുക. ഹസ്ബൻഡ് ചെയ്യാനുള്ളത് ഇന്നത്, വൈഫ് ചെയ്യാനുള്ളത് ഇന്നത്. അവിടെ അതിൻ്റെത് മത്സരത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ലൈഫ് ലോങ്ങാണ് ജീവിക്കേണ്ടത്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായാലും ദുഃഖമായാലും ജോലിയായാലും സാമ്പത്തികമായാലും എല്ലാം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക. ആ ഷെയറിങ് ആണ് നമ്മളെ ലവിലേക്ക് നയിക്കുന്നത്. ലവ് എന്ന് പറയുന്നത് ശരീര അട്രാക്ഷൻ മാത്രമല്ല. ഒരു താങ്ങ് നമ്മൾ വീഴാൻ പോകുമ്പോൾ ഒരു പാറ്റ്, അല്ലെങ്കിൽ ഒരു ടച്ച്, അല്ലെങ്കിൽ ഒരു ഷോൾഡർ, ഇതൊക്കെ ലവാണ് കേട്ടോ. വാക്കുകൾ പുറത്തോട്ട് വന്നില്ലെങ്കിലും നമ്മൾ ശരീരത്തിലൊന്ന് തട്ടി സോറി എന്ന് പറയുമ്പോൾ അതിന് വളരെ അർത്ഥമുണ്ട്. ജസ്റ്റ് സോറി അല്ല, അതിൽ നമ്മുടെ എല്ലാ ഫീലിങ്ങും ഉൾപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ മനുഷ്യരായി ജീവിക്കാൻ പഠിക്കുക, മനുഷ്യത്വപരമായി ജീവിക്കാൻ പഠിക്കുക.